പൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് CPM നേതാവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജൻ. തടവനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ജയരാജൻ പറഞ്ഞു. ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ്. പൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി. സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാർ നടപടിയെടുക്കുന്നത്. ഇപ്പോഴൊരു പ്രധാന വിവരം കൂടി ഈ വിഷയവുമായി ചേർന്ന് വരുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒന്നാം പ്രതി TK രജീഷിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. 15 ദിവസത്തേക്കാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നൊരു ഉപാധി കൂടിയുണ്ട്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഒരു പരോള്, അതുണ്ടാക്കിയ വിവാദങ്ങൾ, അതിൽ ഒരു മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ജയിൽ വകുപ്പ്. അതിനിടെയാണ് വീണ്ടും രജീഷിന് പരോൾ അനുവദിച്ചു എന്ന വിവരം വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരുൺ പൂപ്പറമ്പ് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ഏറ്റവും പുതിയ വിവരം ഇതാണ്: ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒന്നാം പ്രതി TK രജീഷിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. 15 ദിവസത്തേക്കാണ് ഇയാൾക്ക് ഇപ്പോൾ ജയിൽ വകുപ്പ് പരോൾ നൽകിയിരിക്കുന്നത്. ഒരു ഉപാധി എന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും അല്പസമയത്തിനകം. അരുൺ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഈ TK രജീഷിന് ഇത്തരത്തിൽ പരോൾ ലഭിക്കുന്നത്. ഇതിനു മുമ്പും പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു TK രജീഷ് പരോളിന് അപേക്ഷ നൽകിയിരുന്നു. ജയിൽ വകുപ്പ് പല ഘട്ടങ്ങളിലും ശുപാർശ നൽകുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് കോടതി ഈ പരോൾ നിഷേധിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായി TK രജീഷിന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 4ാം പ്രതിയായിട്ടുള്ള, അതായത് മുഖ്യ ആസൂത്രകൻ, അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രധാനമായും ഈ പ്രതികളെയെല്ലാം, മറ്റ് കൊട്ടേഷൻ സംഘങ്ങളെയെല്ലാം പ്ലാനിംഗ് നടത്തി എന്ന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കോടതി തെളിഞ്ഞ TK രജീഷിന് ആദ്യമായി ഇപ്പോൾ ജയിൽ വകുപ്പ് പരോൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വീട്ടിലെ, അതായത് അടുത്ത ബന്ധുക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് TK രജീഷിന് ഇപ്പോൾ ജയിൽ വകുപ്പ് പരോൾ നൽകിയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്കിപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം. അതായത് വിവാദങ്ങൾ, ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഈ സുരക്ഷാ സംവിധാനങ്ങൾ, ജയിലിലെയും അതോടൊപ്പം തന്നെ പുറത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം എത്രത്തോളം അതിൻ്റെ ചില വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ കൊടിസുനി മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച്, ചട്ടം ലംഘിച്ചുകൊണ്ട് പരോൾ നൽകി അനുവദിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം വിവരങ്ങളും ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള TK രജീഷിനു കൂടി പരോൾ അനുവദിക്കുന്നത്. മറ്റൊന്ന്, TK രജീഷ് മുഴുപ്പിലങ്ങാട്ടെ സൂരജ് വധക്കേസിലെ 1ാം പ്രതിയാണ്. ആ കേസിൽ 2 മാസം മുമ്പാണ് TK രജീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. അതായത് നിലവിൽ ഈ ജയിൽ ചട്ടം ഉൾപ്പെടെ അനുസരിച്ച് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ, 2 വർഷം ശിക്ഷ പൂർത്തിയായാൽ മാത്രമേ പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലവിലുണ്ട്. പക്ഷേ സൂരജ് വധക്കേസിൽ 2 മാസം മുമ്പ് മാത്രമാണ് TK രജീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചട്ടം മറികടന്ന് TK രജീഷിന് ഈ പരോൾ അനുവദിച്ചത് എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിൽ നേരത്തെ ഈ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജനോട് നമ്മൾ ആ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അത്തരമൊരു ചട്ടം നിലവിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് അത്തരം ഈ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഗണിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജയിൽ വകുപ്പിന് അത്തരമൊരു തീരുമാനം അത് പുനഃപരിശോധിക്കാനുള്ള നിയമാനുസൃതമായ ഘടകങ്ങളുണ്ട് എന്നതാണ് പി ജയരാജൻ വിശദീകരിച്ചത്. മറ്റൊന്ന്, ഈ വിവാദങ്ങളുമായി ചോദിച്ചപ്പോൾ മറ്റു പ്രതികൾ ചെയ്ത കുറ്റത്തിന് TK രജീഷിന് നിയമാനുസൃതമായി നൽകേണ്ട പരോൾ നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു പി ജയരാജൻ്റെ പ്രതികരണം. എന്തായാലും
ഈ വിവാദങ്ങൾക്കിടയിൽ ആ TP കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള TK രജീഷിനു കൂടി പരോൾ അനുവദിച്ചിരിക്കുകയാണ്. TK രജീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. TP കേസിലെ മുഖ്യപ്രതി TK രജീഷിനാണ് പരോൾ അനുവദിച്ചത്. 15 ദിവസത്തേക്ക് പരോൾ. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് പോകരുത് എന്നൊരു ഉപാധിയിലാണ് ഇപ്പോൾ ഈ 15 ദിവസത്തേക്ക് പരോൾ നൽകിയത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.